ഇതിനാണ് ഫീൽഡ് ഔട്ട് ആക്കുന്നത്. പതുക്കെ പിടിച്ചു നോക്കട്ടെ. കരിയോഗ്രാഫർ ഉണ്ടാക്കുന്ന ആക്ടേഴ്സിനെ പല രീതിയിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് അപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഷൈൻ്റെ പടം ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ സിനിമ തകർക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. സിനിമ പലരുടെ ഓടുന്നില്ല, നെഗറ്റീവിൽ സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവിൽ കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഇപ്പം അർജുൻ്റെ കരിയർ നോക്കി തന്നെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഏതെങ്കിലും പോയില്ല ആരെങ്കിലും താങ്കളെ ടാർഗറ്റ് ചെയ്യുന്നത് തോന്നുന്നു? ഇല്ല ബ്രോ, കാരണം എനിക്കിപ്പോ ഞാൻ ചെയ്ത പടങ്ങളും മോശമായ പടങ്ങളും ഉണ്ട്. അതിന്റെ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വരാറുണ്ട്. നല്ല പടങ്ങളും ഉണ്ട്. അപ്പൊ നമ്മള് നോക്കി ശ്രദ്ധിച്ച് നല്ല സ്ക്രിപ്റ്റൊക്കെ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പൊ എന്റെ പെർസ്പെക്റ്റീവില് നമുക്ക് ചിലപ്പോ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചിലപ്പോ ഇറങ്ങുന്ന സമയം അല്ലെങ്കിൽ ചെയ്തു വരുമ്പോ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ആവാതെ ആവുമ്പോഴൊക്കെയാണ് പടം ഓഡിയൻസിന് വർക്കൗട്ട് ആവാതെ. അപ്പൊ അത് മനസ്സിലാക്കി അടുത്ത പടത്തിൽ നമ്മൾ തിരുത്താ അല്ലെങ്കിൽ നോക്കി ചെയ്യാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ടാർഗറ്റ് ചെയ്യുക നമ്മളെ തളർത്താൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു വ്യക്തിയെ ഒരു ആക്ടറെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ പടങ്ങൾ മോശമാക്കാൻ ആ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മോശമാക്കാൻ പറ്റുമോ? ആളുകൾ കാണുന്ന പോലെ തന്നെ ഇരിക്കും. ഒരു 10 പേര് കണ്ടിട്ട് 25 പേർക്ക് സിനിമ വർക്കായിരിക്കും. അല്ലാതെ നമ്മൾക്ക് ആർക്കും ഒരു വ്യക്തി എൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പടം മോശമാണെന്ന് പറഞ്ഞാൽ പടം മോശമാവില്ല. ആളുകൾ കണ്ടത് ഇഷ്ടപ്പെട്ട് സിനിമ വിജയിക്കും. നമ്മളുടെ പടത്തിൽ തന്നെ നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പറയാൻ പറ്റില്ല. കാര്യം നമ്മുടെ പടം അങ്ങനെ ഭയങ്കര വലിയ ഹൈപ്പും പരിപാടിയൊക്കെ കൊടുത്തിട്ട് വന്നൊരു സിനിമയല്ല. പക്ഷെ കിട്ടുന്ന ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് റിവ്യൂസ് വരുന്നത്. പടം നന്നായിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ തിയേറ്റേഴ്സിൽ ഇപ്പോൾ അത്യാവശ്യം ആളുകൾ കയറി തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആൾക്കാരെ ഇങ്ങനെ മാറ്റി വെക്കാൻ പറ്റുന്നൊരു കാലഘട്ടം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കുറേ കൂടി കാര്യങ്ങൾ ഓപ്പണായി ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. വളരെ ട്രാൻസ്പെറൻ്റ് ആണ് സിനിമ. എങ്ങനെയാണ് മോശമാണോ നല്ലതാണെന്ന് ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓൺലൈൻ റിവ്യൂസും എവിടെയുള്ള കണ്ടത് മനസ്സിലാവുന്ന ഒരു സമയത്തിലേക്ക് മാറി. ഞാൻ കണ്ടിട്ട് തീരുമാനിക്കട്ടെ. ഞങ്ങൾക്കറിയില്ല. വ്യക്തമാക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. എൻ്റെ മുന്നേ ഹൈദരക്ക അത് ചിലപ്പോ ഹൈദരക്ക പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കാം. ഹൈദരക്ക എന്താ വിശ്വസിക്കണേ? പരസ്യമായിട്ട് പറഞ്ഞ എന്റെ സിനിമകൾ തകർക്കുന്നു, എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു പറയുമ്പോൾ ആ മലയാള സിനിമയ്ക്ക് മൊത്തത്തിലാണ് വരുന്നത്. താങ്കളുള്ള ഉൾപ്പെടെയുള്ള അഭിനയിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ നിങ്ങൾ ഉൾപ്പെടുന്ന മീഡിയയും കൂടി അങ്ങനെ ചെയ്യുന്നു പറയുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? എന്ത് തോന്നുന്നു? അല്ല, മീഡിയ വ്യക്തിപരമായി ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ചില ആളുകൾ വ്യക്തിപരമായി എന്റെ ടാർഗറ്റ് ചെയ്ത് എന്റെ സിനിമ പൊളിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. അതാണ് അവിടെയാണ് യോജിപ്പില്ലാതെ വരുന്നത്. ബാലുവിന്റെ അത്ര സിനിമ, അച്ഛൻ്റെ അത്ര സിനിമ, കാര്യം എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ അനുഭവം ഉണ്ടാകുമ്പോൾ കിട്ടുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും. എനിക്കറിയില്ല. ഇപ്പൊ കിട്ടിയപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിരിക്കും പിന്നെ സമയം. എനിക്ക് എഴുതാനറിയില്ല,